നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ മേടിച്ചേക്കുന്നത് ആവോലി മീനാണ്. എറണാകുളം മാർക്കറ്റിൽ നല്ല ഫ്രഷ് ആവോലി മീൻ കിട്ടി. ഇനി നമുക്ക് ഈ ആവോലി ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ആവോലി ആദ്യം നമുക്ക് ഇതിങ്ങനെ ചെത്തൊന്നും വേണ്ട, ഇത് ശരിക്കും ഇങ്ങനെ ഒന്ന് വടിച്ച് കളഞ്ഞാൽ മതി, ചത്താനൊന്നുമില്ല. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പ് ചെയ്താൽ മതി. നമുക്ക് ഈ മീനൊന്ന് വരയാം. നമുക്ക് ഈ ആവോലിയിൽ പറ്റാനുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 1.5 തോടം വെളുത്തുള്ളി നന്നാക്കി എടുത്തത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞെടുത്തത്, 3-4 ചുമന്നുള്ളി തൊലി കളഞ്ഞെടുത്തത്. ഇനി കുറച്ച് മല്ലിയില, ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അരയ്ക്കാം. ശരി, ഇത് നമുക്ക് ശരിക്കും ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ. ഇത് ഇനി നമുക്ക് അരഞ്ഞോന്ന് നോക്കാം. ഇതിനി നമുക്ക് പകർത്താം ഒരു പാത്രത്തിലേക്ക്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വേണേ. അത് ഒരു മീഡിയം എരിവുള്ളൂ. ഇതിനകത്തേക്ക് നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് ശരിക്കും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ തൈര് ചേർക്കാം. ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്, ഇതിൻ്റെ കളറ് ഡിമ്മാവും, അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കല്ല. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ലേശം ചെറുജീരകപ്പൊടിയും കസ്തൂരി മേത്തി ചേർക്കാം. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആവുന്നുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ സോയാ സോസൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കല്ല. നമ്മുടെ പേസ്റ്റ് ഈ മീനിലേക്ക് ശരിക്കും പറ്റാം, ഉള്ളിലേക്കൊക്കെ ആവത്തക്ക രീതിയിൽ. ഈ മീൻ ഇനി സ്റ്റഫ് ചെയ്യാം നമുക്ക്. അതിനു വേണ്ടി നമ്മൾ കുരുകുരുന്ന് അരിഞ്ഞ മല്ലിയിലയും വെളുത്തുള്ളിയും പച്ചമുളകും 2 പച്ചമുളകും വേപ്പിലയും ഇച്ചിരി നാരങ്ങ നീരും ഇട്ട് കുഴച്ചിട്ട് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ഈ മീനിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാം. നമ്മുടെ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ വെക്കാൻ വേണ്ടി ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. ചെറിയ മീനൊക്കെ ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നത് നല്ലത്.
വലിയ മീനാണെങ്കിൽ മാത്രം കരി കത്തിച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ തയ്യാറായാൽ മതി. ഇപ്പം ഞാൻ ടെമ്പറേച്ചർ 120 ഞാൻ സെറ്റ് ചെയ്തേക്കണേ. ഫങ്ഷൻ മുകളിലും താഴെ. പിന്നെ ടൈം ഞാൻ ഇപ്പോൾ 15 മിനിറ്റാണ് വെച്ചേക്കണേ. അപ്പം നമുക്കിനി ഓവനിലേക്ക് ഗ്രില്ല് വയ്ക്കാം. ബാക്കി വന്ന ഗ്രേവിയെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത ടൈമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് പുറത്തെടുക്കാം. ഹായ്, സൂപ്പർ. ഇനി നമുക്ക് ഒരു സ്പൂൺ റെഡ് ഡിപ്പ് ആഡ് ചെയ്യാം. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.